എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ഈ നിമിഷം ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ കറണ്ട് എനർജി, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ആ പേഴ്സൺ ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എന്താണോ അതെല്ലാം ഞാൻ നിങ്ങളോട് പറയാം. ഇതിലെന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങളെടുക്കുക. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലെയുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾക്ക് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ താല്പര്യമുണ്ടെങ്കിൽ, അതിഷ്ടമാണെങ്കിൽ, അതിന് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. വരും. എനിക്കിവിടെ മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ, മേ ബി നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ചിന്തിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഒരുപോലെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അപ്പോൾ എപ്പോഴാണോ നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ തന്നെ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ചിന്തിക്കുന്നവരായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഞാനങ്ങനെ പറയാൻ കാരണമുണ്ട് കേട്ടോ. നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഒരുപോലെ ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ചിന്തിക്കുന്നവരാണ് എന്ന് പറയാൻ കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു കാരണമല്ല, ഒന്നിൽ കൂടുതൽ കാരണങ്ങളുണ്ട് ഞാനങ്ങനെ പറയാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് സംസാരിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരിക്കാം. അതായത് നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കാം. ആ പേഴ്സണും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളും ആ പേഴ്സണോട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ആ പേഴ്സണെയും ആ പേഴ്സൺ നിങ്ങളെയും ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ആ പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം, ആ പേഴ്സണെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ആ പേഴ്സണെ കാത്തിരിക്കുന്നുണ്ടായിരിക്കാം, ആ പേഴ്സൺ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണമെന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം, ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിലും, അല്ല ഇനി നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുകയാണെങ്കിലും, നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് സന്തോഷമാവും എന്നുള്ളതാണ്. കാരണം ആ പേഴ്സണോട് സംസാരിക്കാനായി നിങ്ങൾ ഒത്തിരി നാളായിട്ട് കാത്തിരിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാനായി ആ പേഴ്സൺ ഒത്തിരി നാളായിട്ട് കാത്തിരിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോടൊന്ന് സംസാരിക്കാനായി ഒത്തിരി നാളായിട്ട് കാത്തിരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും എനിക്കിവിടെ മനസ്സിലാകുന്നത്, ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ആ പേഴ്സൺ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും, എനിക്കിവിടെ മനസ്സിലാകുന്നത് ചിന്തിക്കുന്നു മാത്രമേ ഉള്ളൂ. അതായത് ചിന്തിക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആ പേഴ്സണോട് സംസാരിക്കാൻ നിങ്ങളും ഒരു ശ്രമം നടത്തുന്നുണ്ടാവില്ല, നിങ്ങളോട് സംസാരിക്കാനായി ആ പേഴ്സണും ഒരു ശ്രമം നടത്തുന്നുണ്ടാവില്ല. അതായത് നിങ്ങൾക്ക് രണ്ടുപേർക്കും സംസാരിക്കാൻ എന്തോ മടിയുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും നിങ്ങൾക്ക് സംസാരിക്കാൻ, ആ പേഴ്സണോട് സംസാരിക്കാൻ നിങ്ങൾക്ക് എന്തോ മടിയുള്ളതുപോലെ, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ ആ പേഴ്സൺ എന്തോ ഒരു മടിയുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് രണ്ടുപേർക്കും മടിയുള്ളതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ആ പേഴ്സൺ എന്നോട് വന്ന് സംസാരിക്കട്ടെ, അതിനുശേഷം ഞാൻ ആ പേഴ്സണോട് സംസാരിക്കാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അതായത് നിങ്ങൾ ആദ്യം സംസാരിക്കട്ടെ, അതിനുശേഷം ആ പേഴ്സൺ സംസാരിക്കാം. അതായത് ആ പേഴ്സൺ ചിന്തിക്കുന്നത്, നിങ്ങൾ ആദ്യം ആ പേഴ്സണോട് സംസാരിക്കട്ടെ, അതിനുശേഷം ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ്, ആ പേഴ്സൺ എന്നോട് വന്ന് സംസാരിക്കട്ടെ എന്നിട്ട് ഞാൻ സംസാരിക്കാം. ഇങ്ങനെ ഒരു മടിയും ചെറിയൊരു വാശിയും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചെറിയൊരു വാശി, അല്ലെങ്കിൽ ചെറിയൊരു ദേഷ്യം, അതിനേക്കാൾ ഉപരി മടി, അതാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ദേഷ്യവും വാശിയും കൊണ്ടുള്ള ഒരു ചെറിയ മടി, അതാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. പക്ഷേ എനിക്കിവിടെ മനസ്സിലാകുന്നത്, ഇച്ചിരി ദേഷ്യമുണ്ടെന്ന് പറഞ്ഞാലും, ഇച്ചിരി വാശിയുണ്ടെന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ കുറച്ച് മടിയുണ്ടെന്ന് പറഞ്ഞാലും, അതിനേക്കാളൊക്കെ ഉപരിയാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും സ്നേഹം. അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം.
അതായത് നിങ്ങളുടെ വാശിയേക്കാളും അല്ലെങ്കിൽ നിങ്ങളുടെ ദേഷ്യത്തിനേക്കാളും അല്ലെങ്കിൽ നിങ്ങളുടെ മടിയേക്കാളും ഒക്കെ വലുതാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും സ്നേഹമെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും അതറിയാം. ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ആ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ടെന്ന് ആ പേഴ്സണും വിശ്വസിക്കുന്നുണ്ടായിരിക്കാം. അതായത് നിങ്ങൾ രണ്ടുപേരും സ്നേഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ രണ്ടുപേരും ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായിട്ടുണ്ടായിരിക്കാം. ഇനി ഒരുപാട് നാളായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പോഴും ആ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾ രണ്ടുപേരും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് രണ്ടുപേർക്കും സംസാരിക്കാൻ ഒരു മടിയുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് രണ്ടുപേർക്കും സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും സംസാരിക്കാൻ നിങ്ങൾ രണ്ടുപേരും ശ്രമിക്കുന്നുണ്ടായിരിക്കില്ല. ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിക്കട്ടെ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ആ പേഴ്സണോട് ചെന്ന് സംസാരിക്കട്ടെ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആരും തന്നെ സംസാരിക്കാനായിട്ട് ഒരു ശ്രമം നടത്തുന്നില്ല. ഒരു മടിയുള്ളതായിട്ട്, ചെറിയൊരു ദേഷ്യമുള്ളതായിട്ട്, കുറച്ച് വാശിയുള്ളതായിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കത് ഇഷ്ടമായില്ലെങ്കിലോ, ആ പേഴ്സൺ നിങ്ങളോട് സംസാരിച്ചാൽ നിങ്ങൾക്കത് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളിനി ആ പേഴ്സണോട് സംസാരിക്കാൻ ശ്രമിച്ചാൽ ആ പേഴ്സൺ ചിലപ്പോൾ സംസാരിച്ചില്ലെങ്കിലോ. അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ ഇനി നിങ്ങളോട് വന്ന് സംസാരിച്ചിട്ട് നിങ്ങൾ സംസാരിക്കാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും രണ്ടു പേർക്കും ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. അതായത് ആ പേഴ്സണ് നിങ്ങളെയും നിങ്ങൾക്ക് ആ പേഴ്സണെയും ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഒരേപോലെയാണ് ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ചിന്തിക്കുന്നവരാണ്. അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം എന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതായത് നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഒരുപോലെയാണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ചിന്തിക്കുന്നവരാണ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ എനിക്കിവിടെ ലഭിച്ച മെസ്സേജസാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതിലെന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങളെടുക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.